നെയ്മർ ജൂനിയർ എന്തൊരു വിധിയാണല്ലേ അയാളുടേത്. ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ കളിക്കാരനായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം. നിർഭാഗ്യങ്ങളും പരിക്കുകളും അയാളുടെ ഫുട്ബോൾ കരിയറിനെ തന്നെ ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. കാൽപന്ത് ലോകത്തെ അതിന്റെ മനോഹരതയിലെത്തിക്കുന്ന വേൾഡ് കപ്പുകൾ, അത് 2004 വർഷങ്ങൾക്ക് ഇപ്പുറം 2026 വേൾഡ് കപ്പ് മുൻപിൽ വന്നു നിൽക്കുകയാണ്. അത് വേൾഡ് കപ്പ് ആരംഭിച്ച് ഓരോ മത്സരങ്ങളും കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാന വേൾഡ് കപ്പിന് വേണ്ടി ബൂട്ടുകെട്ടുന്ന സാക്ഷാൽ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോയും എല്ലാം അവരുടെ ആദ്യ മത്സരത്തിൽ ബൂട്ടുകെട്ടി. ഇനി ഫുട്ബോൾ ലോകമെല്ലാം കാത്തിരിക്കുന്നത് അയാളുടെ വരവിനായിട്ടാണ്. അത് കാനറിപ്പടയുടെ സുൽത്താനായ നെയ്മർ ജൂനിയറിന്റെ വരവിനായി. ബ്രസീലിന്റെ ആദ്യ മത്സരം മൊറോക്കോയുമായി ഏറ്റുമുട്ടിയ മത്സരത്തിൽ നെയ്മർ ജൂനിയറിന് കളിക്കളത്തിൽ ഇറങ്ങാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതിനും അയാൾക്ക് വില്ലനായത് പരിക്കു തന്നെയായിരുന്നു. എങ്കിലും അടുത്ത മത്സരത്തിൽ ബ്രസീലിന് വേണ്ടി അയാൾ ബൂട്ടുകെട്ടുമെന്ന് ബ്രസീൽ ആരാധകർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു, ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. ഫുട്ബോൾ ലോകത്തേക്ക് ഒരുപാട് ഐതിഹാസിക താരങ്ങളെ നൽകിയ ഒരു രാജ്യമാണ് ബ്രസീൽ. ആ ബ്രസീൽ മണ്ണിൽ നിന്നും ബൂട്ടുകെട്ടി വന്ന് ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് താരങ്ങളുണ്ട്. അവരുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അതൊരിക്കലും തീരാതെ നീണ്ടുകൊണ്ടേയിരിക്കും. ബ്രസീൽ ഫുട്ബോളിന്റെ ഏറ്റവും മനോഹരമായ കാലഘട്ടമായിരുന്നു 2002 വേൾഡ് കപ്പിന്റെയൊക്കെ സമയം. അത് റൊണാൾഡോ, റിവാൾഡോ, റൊണാൾഡീന്യോ, കക്ക, കഫു, റോബർട്ടോ കാർലോസ് എന്നിങ്ങനെ നീങ്ങുന്ന ആ ബ്രസീൽ പടയെ അന്ന് ലോക ഫുട്ബോളിലെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഭയന്നിരുന്നു. അതിനുശേഷം ബ്രസീൽ ഫുട്ബോളിനെ നയിക്കാൻ ബ്രസീലുകാർക്ക് ഒരു നായകനെ ആവശ്യമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് അയാളുടെ വരവ്. അത് സാന്റോസിന് വേണ്ടി ബൂട്ടുകെട്ടി ഫുട്ബോൾ ചരിത്രത്തിലേക്ക് അയാൾ പതുക്കെ കടന്നു വരികയായിരുന്നു. അയാളുടെ വീര്യം അറിയാൻ മറ്റൊന്നും വേണ്ട. 2013 കോൺഫെഡറേഷൻ കപ്പ് ഫൈനൽ മത്സരം വരുന്നു. എതിരാളികളായി വരുന്നതാണെങ്കിലോ 2010 വേൾഡ് കപ്പ് ചാമ്പ്യന്മാർ. അത് ബ്രസീലിൽ ആരും പ്രതീക്ഷ അർപ്പിച്ചിരുന്നില്ല അന്ന്. എന്നാൽ നെയ്മർ ജൂനിയർ എന്ന താരം അന്ന് തന്റെ വീര്യം അറിയിക്കുകയായിരുന്നു. അതൊരു സൂര്യോദയമായിരുന്നു. അത് ബ്രസീലുകാർക്ക് അവരുടെ പുതിയ നായകനെ ലഭിച്ചിരിക്കുന്നു. അത് ബ്രസീലിയൻ ആരാധകരുടെ എല്ലാ പ്രതീക്ഷയും അയാളിലേക്ക് പോവുകയായിരുന്നു. ആ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് തന്നെ അയാൾ വീണ്ടും ബൂട്ടുകെട്ടി. 2014 വേൾഡ് കപ്പ് മനസ്സിലേക്ക് വരുന്നു. നെയ്മറിന്റെ ഏറ്റവും മികച്ച വേൾഡ് കപ്പായിരുന്നു അത്. ഒടുക്കം ഏറ്റവും മോശമായി തന്നെ അത് അവസാനിക്കുകയും ചെയ്തു. അത് മികച്ച പ്രകടനം തന്നെയായിരുന്നു ആ വേൾഡ് കപ്പിനോടനീളം നെയ്മർ ജൂനിയർ കാഴ്ചവെച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ ക്വാർട്ടർ ഫൈനലിലെ ആ ഒരു മുഹൂർത്തം, അത് കൊളംബിയയുമായുള്ള ക്വാർട്ടർ ഫൈനലിൽ കൊളംബിയൻ താരത്തിന്റെ ഫൗള്, അതിൽ നെയ്മർ ജൂനിയറിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു. പിന്നീട് സെമി ഫൈനലിൽ നെയ്മർ ജൂനിയറിന്റെ അഭാവത്തിൽ ബ്രസീൽ സെമി ഫൈനലിന് വേണ്ടി ബൂട്ടുകെട്ടി. എന്നാൽ ജർമ്മനിയോട് 7-1 എന്ന സ്കോറിൽ തോറ്റുകൊണ്ട് ബ്രസീലിന്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ തകരുകയായിരുന്നു. പരിക്കുകൾ തകർത്ത ഫുട്ബോൾ കരിയറാണ് അയാളുടേത്. അതെ, ഈ പതിറ്റാണ്ടിൽ ഫുട്ബോൾ ലോകം ഭരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ലയണൽ മെസ്സിക്കും ശേഷം അയാളുടെ പേര് ഇത്രയധികം കേൾക്കുന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത്. തന്റെ കാലിലെ മികച്ച സ്കില്ലുകൾ കൊണ്ടും മികച്ച മായാജാലം കൊണ്ടും എതിരാളികളെയും എതിർ ഡിഫൻഡർമാരെയും എപ്പോഴും കുഴപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന താരമാണ് നെയ്മർ ജൂനിയർ. ഒരിക്കൽ ബ്രസീലിയൻ ഡിഫൻഡർ ത്യാഗോ സിൽവ പറയുകയുണ്ടായി, നെയ്മർ ജൂനിയറിനെ തടയാൻ ഒരുപാട് പ്രയാസമാണ്, അതുകൊണ്ടാണ് എതിർ ടീം ഡിഫൻഡർമാർ അയാളെ എപ്പോഴും ഫൗൾ ചെയ്തിടുന്നത് എന്ന്. അതിനൊരു ഉദാഹരണം തന്നെയാണ് 2021 കോപ്പ അമേരിക്ക ഫൈനൽ. അത് അന്ന് ബ്രസീലും അർജന്റീനയും ഏറ്റുമുട്ടിയ മത്സരം അങ്ങനെയൊന്നും ബ്രസീൽ ആരാധകർക്ക് മറക്കാൻ കഴിയില്ല. അത് സ്വപ്നങ്ങൾ നേതുകൊണ്ട് നെയ്മർക്ക് കീഴിൽ ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി. എന്നാൽ മറുഭാഗത്ത് 28 വർഷത്തിന്റെ സ്വപ്നങ്ങൾ സാഫല്യമാക്കിക്കൊണ്ട് അർജന്റീന കിരീടം നേടുകയായിരുന്നു മത്സരത്തിനൊടുക്കം. മത്സരത്തിന്റെ 90 മിനിറ്റും അർജന്റീനൻ ഡിഫൻഡർമാരെ കുഴപ്പിച്ചുകൊണ്ടേയിരുന്നത് അയാൾ തന്നെയായിരുന്നു. അയാളുടെ പ്രകടനത്തിൽ അയാളെ തടയാൻ അർജന്റീനൻ ഡിഫൻഡർമാർക്ക് ഫൗളല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു എന്നതാണ് സത്യം. 2022 വേൾഡ് കപ്പ് ഒരുപാട് സ്വപ്നങ്ങളുമായി ഒരിക്കൽ കൂടെ നെയ്മർക്ക് കീഴിൽ ബ്രസീൽ ബൂട്ടുകെട്ടുന്നു. ഖത്തറിൽ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് അവർ ബൂട്ടുകെട്ടി ഓരോ മത്സരവും മുൻപോട്ട് കുതിക്കുന്നു. അത് ക്വാർട്ടർ ഫൈനലിൽ എന്നാൽ ക്രൊയേഷ്യയുടെ പെനാൾട്ടിക്ക് തോറ്റ് ബ്രസീൽ പുറത്താക്കുകയായിരുന്നു. എങ്കിലും ആ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലും അയാൾ തന്റെ മികച്ച പ്രകടനം തന്നെയായിരുന്നു പുറത്തെടുത്തിരുന്നത്. അത് ഗോളിന് വേണ്ടി വലഞ്ഞിരുന്ന ബ്രസീലിന് വേണ്ടി മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയതും അയാൾ തന്നെയായിരുന്നു. ആ ഗോളൊന്നും ഇന്നും ഫുട്ബോൾ ആരാധകർക്ക് മറക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. 2026 വേൾഡ് കപ്പ് അയാളുടെ അവസാന വേൾഡ് കപ്പാണെന്ന് അയാൾ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുകയാണ്. അത് ബ്രസീൽ ആരാധകരും ഫുട്ബോൾ ആരാധകരും എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് നമുക്കറിയാം. അത് ഈ വേൾഡ് കപ്പും കൂടെ കഴിഞ്ഞാൽ ബ്രസീലിന്റെ 10ാം നമ്പർ ജേഴ്സിയിൽ മായാജാലം തീർക്കുന്ന നെയ്മർ ജൂനിയറിനെ കാണാൻ കഴിയില്ല.
അവസാന വേൾഡ് കപ്പിലെങ്കിലും വിധി അയാൾക്ക് കൂടെ നിൽക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇവിടെയും വിധി അയാൾക്കെതിരെ നിൽക്കുക തന്നെയാണ്. ആദ്യ മത്സരം മൊറോക്കോയുമായി അയാൾക്ക് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്ത മത്സരം നാളെ പുലർച്ചെ 6 മണിക്ക് എഴുത്തിയുമായി ബ്രസീൽ കൂട്ടുകെട്ടുകയാണ്. ഒരിക്കൽ കൂടെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നെയ്മർ നാളത്തെ മത്സരവും കളിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഏറെ വിഷമം തരുന്ന ഒരു വാർത്ത തന്നെയാണത്. നെയ്മർ ജൂനിയറെ കൂട്ടുകെട്ടി ബ്രസീലിന് വേണ്ടി കളിക്കുന്നത് കാണാൻ ഓരോ ബ്രസീൽ ആരാധകരും ഫുട്ബോൾ ആരാധകരും കാത്തിരിക്കുകയാണ്. ഇനി അത് എത്രത്തോളം നടക്കുമെന്നറിയില്ല, എങ്കിലും പ്രതീക്ഷിക്കുകയാണ്. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ അയാൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.